ടെക്നിക്കൽ ഏരിയയിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. അവിടെ എം മനോജാണ് ഉള്ളത്. മനോജ്, ഏതാണ്ട് 10:15 എന്ന സമയമാണ് നിലവിൽ നമുക്ക് ലഭ്യമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം എത്തുക, അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും. പിന്നീട് നടക്കാൻ പോകുന്ന ചടങ്ങുകൾ, അതായത് എത്ര സമയം കൊണ്ട് അദ്ദേഹം പുത്തരിക്കണ്ടത്തേക്ക് എത്തും, ഒപ്പം റോഡ് ഷോയുടെ വിവരങ്ങൾ കൂടി പറയൂ മനോജ്. തീർച്ചയായും പ്രധാനമന്ത്രിയെ വരവേൽക്കുവാൻ അനന്തപുരിയിലെ ജനങ്ങൾ ഒരുങ്ങി. എന്തായാലും ോടുകൂടി തന്നെയാണ് ഈ എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ പോലീസ് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. SPGയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയതിന് ശേഷം വാഹനവ്യൂഹത്തിലൂടെ ഈ പാതയിലൂടെയാണ് കടന്നു പോവുക. അതിനുശേഷം നേരെ എത്തുന്നത് റോഡ് ഷോയിൽ പങ്കെടുക്കുവാനാണ്. ആ റോഡ് ഷോ ഈ ഓവർ ബ്രിഡ്ജ് വഴി പുത്തരിക്കണ്ടത്തേക്ക് എത്തുന്ന ശേഷം ആ പുത്തരിക്കണ്ടത്ത് ഒരുക്കിയിട്ടുള്ള വേദിയിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുക. എന്തായാലും അനന്തപുരിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിലേക്ക് തന്നെ എത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന ഈ വാഹന വ്യൂഹങ്ങളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ BJPയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ മേയർ അടക്കം ഈ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യമായാണ് BJPയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള അനന്തപുരിയുടെ മേയർ ഇന്ന് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. എന്തായാലും ഇന്ന് ലൈനപ്പിനായിട്ടുള്ള ആളുകൾ കൂടെ, അതായത് ഈ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കുവാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ള BJPയുടെ പ്രതിനിധികളുണ്ട്, അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ പ്രതിനിധികളുണ്ട്. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരും ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് എത്തുകയാണ്, സ്വീകരിക്കുവാൻ വേണ്ടി എയർപോർട്ടിനുള്ളിലേക്ക് കയറുകയാണ്. എന്താണ് ഈ ഒരു വരവ്, അതായത് അനന്തപുരിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും യുവാക്കളെ സംബന്ധിച്ച് മാത്രമല്ല, അനന്തപുരിയിലെ ജനങ്ങൾ മൊത്തത്തിൽ അവരൊരു ആകാംക്ഷയിലാണ്. ഈ BJP നഗരസഭ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകത്ത് നരേന്ദ്രമോദി എത്തുമെന്നുള്ള രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രഖ്യാപനത്തിന് ശേഷം 27ാമത്തെ ദിവസം നരേന്ദ്രമോദി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ BJP പറയുന്നതെല്ലാം തന്നെ നടപ്പിലാക്കാൻ സജ്ജരാണ്, തയ്യാറാണ് എന്നുള്ള ഒരു ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നരേന്ദ്രമോദി ഇവിടെ എത്തുമ്പോൾ യുവാക്കൾക്ക് മാത്രമല്ല, തിരുവനന്തപുരത്തെ മുഴുവൻ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ വികസന മാതൃക നരേന്ദ്രമോദി സമർപ്പിക്കുകയാണ്. ഈ സമർപ്പിക്കുന്നത് ഈ രാജ്യത്തെമ്പാടും നടത്തിയിട്ടുള്ള വികസനത്തിൻ്റെ ഒരു വിപ്ലവം തീർത്തിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിൻ്റെ മാത്രം ഒരു വികസനം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തോടൊപ്പം ചേർത്ത് നിർത്തി കൊണ്ടുപോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും യുവമോർച്ചയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലാ അധ്യക്ഷനാണ് ചുണ്ടിക്കൽ ഹരിയാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഓരോരുത്തരും അങ്ങനെ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് അനന്തപുരിയുടെ ഒരു വിപ്ലവകരമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ആ ഒരു മാതൃക രേഖ മുന്നോട്ട് വയ്ക്കുകയാണ്, ആ വികസന രേഖ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് നേരത്തെ തന്നെ BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയാണ്. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എത്തരത്തിലാണോ അനന്തപുരിയിലെ മാറ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വരും, അത് 27 ദിവസത്തിനകം തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് കേന്ദ്ര സർക്കാർ അനന്തപുരിയോടൊപ്പമുണ്ട്, പ്രധാനമന്ത്രി അനന്തപുരിയോടൊപ്പമുണ്ട് എന്നുള്ളത് തന്നെ, അത് കേരളത്തോടൊപ്പമുണ്ട് എന്നുള്ള വാക്ക് തന്നെയാണ് നമുക്ക് പ്രയോഗിക്കേണ്ടത്. എന്തായാലും ഈ ഒരു സന്ദർശനം അത് ഏറെ പ്രതീക്ഷ നൽകുന്നതെന്ന് പറയുന്നത് അനന്തപുരിയിലെ വിവിധ പദ്ധതികളാണ് ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അമൃത് ഭാരതിൻ്റെ 3 ട്രെയിനുകളും ഒരു പാസഞ്ചർ ട്രെയിനും കൂടെ ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ അത് പ്രധാനമന്ത്രി നേരിട്ടെത്തി തന്നെ അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും അതോടൊപ്പം തന്നെ മറ്റ് തറക്കല്ലിടൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. എന്തായാലും അധിക കാലമില്ല ഇനി കേരളത്തിൽ വലിയൊരു മാറ്റം വരാനെന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ തന്നെ വ്യക്തമാകാം. കാരണം BJP നേതൃത്വം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് അനന്തപുരിയിലെ ഭരണം ഇത്തവണ അത് BJP തന്നെയായിരിക്കും, മേയർ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് അത് തന്നെ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പടിപ്പടിയായി അങ്ങനെ സാധ്യമായി വരുന്നു. അതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടുതൽ ഊർജ്ജം നൽകുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടെ ഈ സാധാരണയായിട്ടുള്ള BJP പ്രവർത്തകർ
ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത വികസനമാണ് കൊണ്ടുവരാൻ പോകുന്നത്. കേരളം ഇതുവരെ കാണാത്ത വികസനമാണ് കേരളത്തിലേക്ക്. അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. എത്രയോ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് പോകുന്നു, എല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ അത്. ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ 99% നമ്മുടെ കൂടെ നിൽക്കും, 1%, 2% പോകും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ 1-2% പോകുമ്പോൾ 10-100% തിരികെ വരുമെന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും വെറുതെ അത് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അതങ്ങനെ പറയുള്ളൂ. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ താല്പര്യമാണോ, നാടിൻ്റെ താല്പര്യമാണോ, കേരളത്തിനാണോ പ്രയോജനം ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, അവരത് പറയട്ടെ. ചീഫ് കോർഡിനേറ്ററായ സാബു ജേക്കബ് ഇപ്പോൾ ഈ പൊതുപരിപാടി നടക്കുന്ന തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായൊരു നീക്കം BJPയുടെ നേതൃത്വത്തിൽ നടന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. അതിനുശേഷം കിഴക്കമ്പലത്ത് ഉൾപ്പെടെ വികസനത്തിൻ്റെ പുതിയ തേരോട്ടം നടത്തിയ 2020 എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിക്ക് ഭരണം കിട്ടിയ പല പഞ്ചായത്തുകളിൽ അവർ വികസനത്തിൻ്റെ പുതിയ മാതൃകകൾ സംസ്ഥാനത്തിന് മുന്നിലേക്ക് തുറന്നിട്ടിരുന്നു. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ NDAയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ചരിത്രമുറങ്ങുന്ന പുത്തരിക്കണ്ടം മൈതാനിയിലെ ആ വേദിയിൽ വെച്ച് ഈ സുപ്രധാനമായ പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താൻ പോവുകയാണ്.